ആലപ്പുഴയില് കൊറേ ഡിഫറെന്റ് മലയാളമാണ്. വേറെ എന്തൊക്കെയാ ഡിഫറെന്റ് മലയാളം ഇതേപോലെ? ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. വലിയല്ല പറയണത്, വലിയിടും. നിങ്ങള് പറഞ്ഞ അതല്ല. ഒരു മാറ്റവും ഇല്ല. അതല്ല, അങ്ങനെ പറയത്തില്ല. ആലപ്പുഴയില് പൊരയിടുന്നുണ്ട്. സന്തോഷായി, നല്ല സന്തോഷായി. മോശം അഭിപ്രായം. ഞാൻ ആദ്യമായിട്ട് വലി കേട്ടത് നിങ്ങളുടെ ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാർ ലോകത്ത്? എന്റെ പഴയ നെക്സ്റ്റ് സോളം നേടിപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. നീ ആദ്യമായിട്ട് വാലി കേട്ടത് എന്റെ കയ്യിൽ അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. എന്തോന്നടാ ഇതൊക്കെ, നാണക്കേട്. ആദ്യമായിട്ട് കേട്ടത് ആര്യന്റെ അടുത്തുനിന്നാണോ? കേട്ടില്ല, അത് ചിലപ്പോൾ സൈലന്റ് ആയിരിക്കും. അതെല്ലാവർക്കും ഉള്ളതല്ലേ സാർ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അങ്ങനെയല്ല പറയേണ്ടത്, അതുമല്ല പറയേണ്ടത്. മനസ്സിലാക്കി ആരെങ്കിലും പോയി. ആര്യന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അനുഭവിച്ചോ? ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നല്ലതാ, അത് കുഴപ്പമൊന്നുമില്ല. മനുഷ്യരല്ലേ, ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും. വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. നമ്മൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ സംസാരിച്ച് നീ കേട്ട വാക്കാണ് വളി. നീ എന്റെ വളിയല്ല കേട്ടത്. അതാണോ ഉദ്ദേശിച്ചത്? അച്ഛനെന്തോ ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു ആര്യൻ. ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. എന്നാലും എന്റെ ആര്യ ഇത്രയ്ക്ക് വേണ്ടായിരുന്നു. മുംബൈന്ന് കേരളത്തിലോട്ട് ഒരാൾ വരുമ്പോ ഇങ്ങനെയാണോ സ്വീകരിക്കുന്നത്? എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. വേറെന്തൊക്കെയാ ആര്യം പഠിപ്പിച്ചു തന്നിട്ടുള്ള വാക്കുകള്? വേണ്ട, ഇങ്ങനെ ഓർത്താ കൊറേ വേർഡ്സ് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവന്റെ വായില്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.